ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞു കുട്ടികളുടെ നഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് 4 months കഴിഞ്ഞു. മോളുടെ പേര് മരിയ എന്നാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 to 4 months ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അവർ എന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് ഈ ഒരു സമയത്ത് അറ്റൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഫീഡിങ് റൊട്ടീൻ എങ്ങനെയാണ്, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അവർക്ക് നൈറ്റ് ടൈം സ്ലീപ്പിംഗ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നത്, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഈ ഒരു 3 to 4 months ഞാൻ ഫേസ് ചെയ്തതെന്നും അതെങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമേ ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫിസിക്കൽ മൈൽ സ്റ്റോൺസിൽ കുഞ്ഞുങ്ങൾ അവരവരുടെ കൈ സെൻറ്റർ ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ വരെ കൊണ്ടുവരികയും കയ്യിലിങ്ങനെ നോക്കി കളിക്കാനൊക്കെ ആവുകയും, പിന്നെ അതുപോലെ തന്നെ വായിലേക്ക് 2 കൈയും വെക്കാനൊക്കെ ആകും ഈ ഒരു 3 to 4 months ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഈ കൈ ഉപയോഗിച്ചവർക്ക് നീ വരെ, അതായത് മുട്ട് വരെ ഈ കൈ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് ശരിക്കും എൻജോയ് ചെയ്തിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൈൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ഏജ് ഗ്രൂപ്പാണിത്. 3 to 4 months ഒക്കെ കഴിയുമ്പോൾ സ്പെഷ്യലി അവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങും കേട്ടോ. പിന്നെ കാലം കൊണ്ട് നന്നായിട്ട് കിക്ക് ചെയ്യാൻ അവർ ശരിക്കും എൻജോയ് ചെയ്യും. ഇത് എക്സൈറ്റഡ് ഒക്കെ ആവുകയാണെങ്കിൽ വേഗം ചിരിച്ചിട്ട് 2 കാലം ഇങ്ങനെ അടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പെഷ്യലി അത് ഈ ഒരു 3 to 4 months കൂടുതലായിട്ടുണ്ടാവും. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഈ കാലം കൊണ്ട് ഇങ്ങനെയിട്ട് അടിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടമ്മി ടൈം ചെയ്യുവാണെങ്കിൽ ഏകദേശം 45 to 90 degree ആംഗിളിൽ അവർക്ക് ഹെഡ് ഇങ്ങനെ ഉയർത്തി പിടിക്കാൻ പറ്റും. 2 കൈ ഇങ്ങനെ പരത്തി പിടിച്ചിട്ട് ബെഡിലിങ്ങനെ അമർത്തി പിടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എണീറ്റ് ഇങ്ങനെ തല പൊക്കാനൊക്കെ ആകും കേട്ടോ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേനും. പിന്നെ ഹെഡ് 2 സൈഡിലേക്കും ടേൺ ചെയ്യും. നമ്മളൊക്കെ ഇപ്പോൾ മരിയ ബേബി ആണെങ്കിൽ ഏതൊക്കെ സൈഡിലാണോ, ഇപ്പോൾ നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നോക്കി ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി, അങ്ങോട്ടേക്ക് നോക്കാനൊക്കെ ആയി കേട്ടോ. മരിയ ബേബി ഇതുപോലെ തന്നെ ടമ്മി ടൈമൊക്കെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 90 degree ആംഗിളിൽ ഹെഡൊക്കെ ഉയർത്തി പിടിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ ടോയ്സൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പിടിക്കാനൊക്കെ ആകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കമത്തി കിടത്തുവാണെങ്കിൽ തിരിച്ച് അവർ ബാക്കിലേക്ക് തിരിച്ച് അവർക്ക് തന്നെ വരാൻ സാധിക്കും കേട്ടോ. ആ ഒരു മൈൽ സ്റ്റോൺസ് ആണ് ഈ ഒരു 3 to 4 months നോർമലി കുഞ്ഞുങ്ങൾ അറ്റൈൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞ് കമന്നോ എന്നൊക്കെ കേട്ടോ. കമലുന്നത് ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ സ്പെഷ്യലി എന്നോട് എപ്പോഴും പറയാറുണ്ട് 3 മാസം ആകുമ്പോൾ ചിലർ കമലും മരിയ ബേബി ചിലപ്പം കമലുമായിരിക്കൂടി എന്നൊക്കെ എന്നെ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ഈ ടമ്മി ടൈമൊക്കെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇതുവരെ കമന്നിട്ടില്ല. 1.5 months മുതലൊരു 6.5 ആ ഒരു റേഞ്ച് വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ കമലാൻ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്നൊരു ടെൻഷനാണല്ലേ കമന്ന് എന്നുള്ള ചോദ്യം. അതൊക്കെ അവരോട് പറഞ്ഞാൽ മതി, അതിൻ്റെ സമയവും അപ്പം കമന്നോളൂന്ന് കേട്ടോ. അടുത്തത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മൈൽ സ്റ്റോൺസ് കേട്ടോ. ഈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ മൈൽ സ്റ്റോൺസിൽ നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ചിരിക്കുന്ന സമയമാണ്. മൊമെൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ അവരിങ്ങനെ പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങും. അവർ ഓരോ ഫീലിങ്സിനും ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണിക്കാൻ തുടങ്ങും. എസ്പെഷ്യലി എനിക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിയബേബിക്ക് കമ്മൽ കാതുകുത്തി കേട്ടോ. എനിക്ക് ഇങ്ങോട്ട് പോരേണ്ട UK തിരിച്ച് ഞാൻ വന്നു. അപ്പം അത്യാവശ്യമായിട്ട് ഇനി പോകുമ്പോൾ ചിലപ്പോൾ ഒരു 1 year 2 year ഒക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കാതുകുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കാതുകുത്തിയിട്ട് ഒരു 15-20 minutes കണ്ടിന്യൂസ് ആയിട്ട് കരയുമായിരുന്നു. അപ്പോൾ അത് കരച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞ് ഞാൻ ചിരിച്ച് കാണിച്ചപ്പം ഇനി വല്ലാതെ കരഞ്ഞ ഒരു ഫേസ് കാണിച്ചു. ചിരിച്ചേ ഇല്ല. നോർമലി ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ്. ഭയങ്കര കരഞ്ഞിട്ടുള്ള റിയാക്ഷൻ കാണിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അയ്യോ കൊച്ചിനൊക്കെ ഇതിൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമാവും കേട്ടോ ഈ ഒരു 3 to 4 months ആകുമ്പോഴത്തേനും, 4 monthsൻ്റെ എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ച് കളിക്കാനൊക്കെ ഇഷ്ടപ്പെടും. ആരൊക്കെ വന്നാലും ഒരുവിധം പരിചയമുള്ളവരെയൊക്കെ ചിരിച്ച് കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കാണാഞ്ഞിട്ടൊക്കെ കരയുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴത്തേനും കരച്ചിൽ നിർത്തുകയും പെട്ടെന്ന് ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ മാറുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അടുത്തത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ കുഞ്ഞുങ്ങൾ ബാബ്ലിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡാ 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 പാ 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 അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങും. അതൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടേക്കുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ശരിക്കും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ അതുപോലെ തന്നെ അവരെ മിമിക് ചെയ്യുന്നതൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ പറയാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അവർ കരയുന്നത്. അമ്മമാർക്കൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കുഞ്ഞെന്തിനാണ് കരയുന്നത്. ഉറക്കം വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ കരയും, വിശക്കുമ്പോൾ വേറൊരു രീതിയിൽ കരയും. പിന്നെ എവിടെയെങ്കിലും പെയിനോ ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഹൈ പിച്ചായിട്ടുള്ള ക്രൈ ആയിരിക്കും. അത് ഒരുവിധം എല്ലാ അമ്മമാർക്കും ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും അവരുടെ ആ കരച്ചിലിൻ്റെ സൗണ്ടും ആ ഒരു എക്സ്പ്രഷനൊക്കെ കാരണം ഏത് രീതിയിൽ എന്തിനാണ് കരയുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നോക്കാം കേട്ടോ. 4 months ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ
3 ടൈംസ് ഇൻ എ ഡേ ആയിരിക്കും ഉറങ്ങുന്നത്. ഒരു ഡേ ടൈമിൽ ഒരു 3 പ്രാവശ്യം ഉറങ്ങും. പിന്നെ നൈറ്റിൽ അറ്റ് എ സ്ട്രെച്ച് അവർക്കൊരു 6 to 8 hours ഉറങ്ങാൻ സാധിക്കും. പിന്നെ നൈറ്റിൽ 1 തവണ അല്ലെ 2 തവണ ഫീഡ് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. ബേബി അത്യാവശ്യം നന്നായിട്ട് നൈറ്റിൽ ഉറങ്ങും. ഞാൻ കൂടുതലും ഒരു ഈവനിങ് ടൈമിൽ അങ്ങനെ ഉറക്കാറില്ല. ഒരു 6 to 8 o'clock ഒക്കെ ഞാൻ അധികം ഉറക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു 9:30, 10 ആകുമ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കോളും. പിന്നെ ഒരു നൈറ്റിലൊരു അത്യാവശ്യം നന്നായിട്ടൊരു 6 hours ഒക്കെ ഉറങ്ങും. പിന്നെ മോർണിംഗ് ഒരു 5:30, 6 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും, പാൽ കുടിച്ചിട്ട് ഒന്നുകൂടെ ഉറങ്ങും. അങ്ങനെയാണ്. പിന്നെ ഫീഡിങ് റൊട്ടീൻ ഞാൻ ഒരു 3-4 hours ഫീഡ് കൊടുക്കും. ഡിമാൻഡ് ഫീഡായിട്ട് കുഞ്ഞ് കരയുമ്പോൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ 4 months കഴിഞ്ഞല്ലോ, അപ്പം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു 6 months വരെ. ഇനി ഞാൻ ഈ ഒരു സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തതെന്ന് പറയാം കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് 3 months അങ്ങ് കഴിഞ്ഞപ്പം പെട്ടെന്ന് മരിയപ്പം മിൽക്ക് കുടിക്കാതെ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഞാൻ എക്സ്പ്രസ് ചെയ്ത് ബോട്ടിൽ കൊടുത്തു, കുടിക്കുന്നുണ്ട്. അപ്പം എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ പിടിക്കുന്ന കഴുത്ത് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നില്ല. ഞാൻ ശരി വല്ല നെക്കിൻ്റെ പെയിൻ കൊണ്ടാണോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി ചെറിയൊരു ഫ്ലാറ്റ് ഹെഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നെക്ക് പെയിൻ ആണോ എന്നറിയില്ല. അപ്പം ഞാൻ ടമ്മി ടൈം കൊടുത്തപ്പം കുഴപ്പമില്ല, നന്നായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ ടമ്മി ടൈം ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട് വയറിൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലാതെ പിന്നെ ഞാനിങ്ങനെ കുറേ പേരോട് സംസാരിച്ചു, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞെടി പെർഫ്യൂം അങ്ങനെ എന്തെങ്കിലും നീ യൂസ് ചെയ്തായിരുന്നു എന്ന് എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യുന്നില്ലടി, കാരണം പെർഫ്യൂം ഒന്നും ഈ സമയത്ത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് ആ സ്മെല്ലൊക്കെ കൂടുതൽ സെൻസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അതിന് പിന്നെ എനിക്ക് ഇവളിങ്ങനെ പിന്നെയും ചോദിക്കുവാണ്. അപ്പം പിന്നെ എനിക്കൊരു മനസ്സിലായി, ഞാൻ സോപ്പ് മാറ്റിയായിരുന്നു. സോപ്പ് മാറ്റി ഇത്തിരി ഈ നല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ള യാഡ്ലി ആണോ എൻചാൻഡർ ആണോ ഏതോ യാഡ്ലീൻ്റെ പെർഫ്യൂംഡ് സോപ്പ് യൂസ് ചെയ്തു. അപ്പം ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ആ സോപ്പ് അങ്ങ് മാറ്റി കഴിഞ്ഞപ്പോൾ മെല്ലെ പാല് തിരിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പെർഫ്യൂമോ സോപ്പോ അങ്ങനെ മാറ്റുമോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോർമൽ സോപ്പാണെങ്കിൽ അതിലേക്ക് മാറി കഴിയുമ്പോൾ അവർക്ക് ആ സ്മെല്ലിനോട് വലിയ പ്രോബ്ലം ഇല്ലാതെ വന്ന് ഒരു പാല് കുടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു 4 months അടുത്തായപ്പം ഞങ്ങൾ നാട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. കോഴിക്കോടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷം പനിയൊക്കെ വന്നു. മരുവിപ്പിക്കും അതുപോലെ ജലദോഷം പിടിച്ചു. ഒരു 2 ദിവസം നന്നായിട്ട് പനിച്ചു. പാരസെറ്റാമോൾ മാത്രമേ കൊടുത്തുള്ളൂ. ചെറിയ നോസ് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി നോർമൽ സലൈനൊക്കെ ഒന്ന് ഡ്രോപ്സ് ഇട്ടു. രണ്ടാമത്തെ ദിവസം പനിച്ചപ്പം ഞാൻ അവിടെയുള്ളൊരു ഡോക്ടറെ പോയി കാണിച്ചു. ജസ്റ്റ് എനിക്ക് വെയിറ്റ് നോക്കണമെന്ന്. പിന്നെ പാരസെറ്റാമോളിൻ്റെ ഡോസും അത് കറക്റ്റാണോ എന്ന് വെയിറ്റ് അനുസരിച്ചൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്തു, പാരസെറ്റാമോൾ തന്നെ കൊടുത്താൽ മതി, പനി ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി ടപ്പിറ്റ് സ്പഞ്ചൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ദൈവാനുഗ്രഹം കൊണ്ട് 2 ദിവസം കൊണ്ട് ഓക്കെ ആയി. ചെറിയൊരു നോസ് ബ്ലോക്കും ഒക്കെ വന്നു. അതങ്ങ് ഒരു 3-4 days കൊണ്ട് ഓക്കെ ആയി. ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമേ പനി വന്നേ. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ബോഡിയിൽ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ എന്തായാലും കിട്ടും. ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ഒരുവിധമുള്ള ഇങ്ങനെ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ ഫോർമുല ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും ടെൻഷനൊന്നും അടിക്കേണ്ട. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക കൊച്ചിനെ. ഫോർമുല മിൽക്ക് നന്നായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് 3 to 4 months ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടമ്മി ടൈമാണ്. ടമ്മി ടൈം കണ്ടിന്യൂ ചെയ്യണം. കാരണം കമന്ന് വീഴാത്ത കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ 3 to 4 months ഒക്കെ ആയിരിക്കുമ്പോൾ. അപ്പോൾ അത് കൂടുതൽ കമന്ന് വീഴാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പറയാനുള്ളത് അവരുമായിട്ട് ടോക്ക് ചെയ്യുക, സിങ് ചെയ്യുക, അതൊക്കെ അവർ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ മിറർ പ്ലേ, ഈ കുഞ്ഞ് മിററൊക്കെ മേടിക്കാൻ കിട്ടും കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവരതിലൊക്കെ നോക്കി ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ടോയ്സിൽ തന്നെ മിററായിട്ടുള്ളത് മേടിക്കാൻ കിട്ടും. പറ്റുവാണെങ്കിൽ അത് മേടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണ മിററിലൊക്കെ കാണിച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആക്കി ഇങ്ങനെ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അവരെ എടുത്ത് വെച്ച് ഡാൻസ് ചെയ്യുന്നതൊക്കെ അവർ ശരിക്കും എൻജോയ് ചെയ്യും. പിന്നെ പറയാനുള്ളത് ടോയ് ഗ്രാസ്പിങ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ അവർ ഏകദേശം കൈ കൊണ്ട് പിടിക്കാനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടോയൊക്കെ ഇങ്ങനെ അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുക. അതൊക്കെ അവരിങ്ങനെ പിടിക്കുന്ന ഇത്തിരി റെഡ്, ഗ്രീൻ, ബ്ലൂ ആ ഒരു ടൈപ്പ് ഓഫ് കളേഴ്സൊക്കെ അവർ കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ടോയ്സൊക്കെ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് കൈ കൊണ്ടിങ്ങനെ പിടിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ വായിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. സ്റ്റോറീസൊക്കെ
വായിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ലതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ യു കെയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ യു കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് അമ്മമാർ ഇവരുടെ സിബ്ലിങ്സ് ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ വന്നിരുന്നിട്ട് ഈ കുഞ്ഞു കുട്ടികൾക്ക് ICLുള്ള കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ വായിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെയൊന്നും നമ്മളൊന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഇവരത് ചെയ്യുന്നുണ്ട്. അതൊരുപാട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കൂടുതൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് മസാജിങ്, ഓയിൽ മസാജ് അവർ ശരിക്കും എൻജോയ് ചെയ്യുന്ന പറയുന്നത്. അവർക്ക് അവരുടെ ഓരോ ബോഡി പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളിങ്ങനെ ഓരോ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ മസാജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കാണുക കേട്ടോ. അപ്പോൾ മരി ബേബി വന്നിട്ടുണ്ട്, ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. ഇവിടെ ഇത്തിരി തണുപ്പുണ്ടതുകൊണ്ട് തിരിച്ച് ഈ ഡ്രസ്സിലേക്ക് സ്ലീപ്പ് സ്യൂട്ടിലേക്ക് കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.